മഹാഗണപതി ക്ഷേത്ര ആറാട്ട് മഹോത്സവത്തിന്റെ പുണ്യം നുകർന്നുകൊണ്ട് ഭഗവാന്റെ തിരുസന്നിധിയിൽ ആനവീരാട്ടനായി ആദ്യവിധ ഭഗവാന്റെ ക്ഷേത്ര മൈതാനിലേക്ക് കടന്നു വരുന്നു. ചോലൂർ മഠം രാജശേഖരനും അവന്റെ പ്രിയപ്പെട്ട സാരഥികൾക്കും തരുത്തല തമ്പുരാന്റെ പുണ്യഭൂമിയിലേക്ക് സ്നേഹ സ്വാഗതം. ക്ഷേത്രത്തിൽ 10 ദിവസം കണ്ടുനിന്ന ക്ഷേത്ര മഹോത്സവത്തിന്റെ 10ാം ഉത്സവത്തിൽ ഭഗവാന്റെ തിരുമണ്ണിലേക്ക് ആനവീരാട്ട ആനയും കാഞ്ഞാവിള ശിവനാരായണനും അവന്റെ പ്രിയപ്പെട്ട സാരഥികൾക്കും ക്ഷേത്ര മൈതാനിലേക്ക് സ്വാഗതം. ഓം ഗം ഗണപതായേ നമഃ. തടുത്തല തമ്പുരാന്റെ ആനവീരാട്ട് ക്ഷേത്രാസനത്തിലേക്ക് കാണാവിള ശിവനാരായണൻ വരികയാണ്. അവന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് തരുത്തല മഹാഗണപതിയുടെ തിരുമറ്റത്തേക്ക് അവൻ ഇതാ വന്നു ചേരുകയാണ്. കാണാവിള ശിവനാരായണനും അവന്റെ പ്രിയപ്പെട്ട സാരഥികൾക്കും തരുത്തല മഹാഗണപതി ക്ഷേത്രമണ്ഡലത്തേക്ക് സ്നേഹ സ്വാഗതം. ശൃംഗശൈലങ്ങൾ വീഴിവിടർത്തിയാടുന്ന സഖ്യന്റെ താഴ്വരയിൽ പരമപവിത്രമായ സഖ്യപുത്രന്മാർ ഇവിടെ അണിചേരുകയാണ്. ശ്രീ തരുത്തല തമ്പുരാന്റെ പുണ്യഭൂമിയിലേക്ക് പനയ്ക്കൽ നീലകണ്ഠനും അവന്റെ പ്രിയപ്പെട്ട സാരഥികൾക്കും സ്നേഹ സ്വാഗതം. ഉദയസൂര്യന്റെ പ്രഭാകിരണങ്ങളാൽ തരുകി ഉണർത്തുന്ന പുലരി, ആ പുലരിയെ സ്നേഹത്തോടെ തരുകിത്തൽ ഓടിക്കൊണ്ട് സഖ്യപുത്രന്മാർ ഒന്നിനു പിറകെ ഒന്നൊന്നായി തരുത്തല തമ്പുരാന്റെ പുണ്യഭൂമിയിൽ ആനവീരാട്ട് ആനയൂട്ട് കർമ്മങ്ങളിലേക്ക് അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇതാ വരുന്നു പനയ്ക്കൽ നീലകണ്ഠൻ. ജനനവും ഒക്കെ കൊണ്ട് പ്രസിദ്ധമായ പൂതംകുളം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ തുടുപ്പാണ് പുത്തൻകുളം. കേരളത്തിൽ ആദ്യമായി ഒരു ആനക്കുട്ടിക്ക് ജന്മം നൽകിയ പ്രത്യേകതയും പുത്തൻകുളം എന്ന ആനത്താവളത്തിനുണ്ട്. ഷാജി ചേട്ടൻ എന്ന
കാവേരി ഷാജിയുടെ ആനത്താവളത്തിൽ അവിടെ പരിലസിക്കുന്ന ആനകളിൽ ഒന്നായി ഇപ്പോൾ ഇവിടെ എത്തിച്ചേരുകയാണ് പുത്തൻകുളം വിക്രം. അതാ പുത്തൻകുളത്തു നിന്നും വിക്രം വരുന്നു. തലത്തല മഹാഗണപതി ക്ഷേത്ര മഹോത്സവത്തിന്റെ ആറാട്ട് മഹോത്സവത്തെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുവാൻ അവൻ വരികയാണ്. പുത്തൻകുളം വിക്രം. ആന കടന്നു വരുന്ന വഴിയിൽ ദേവിശ്വേത് തലത്തല മഹാഗണപതി ക്ഷേത്ര മൈതാനിലേക്ക് പുത്തൻകുളം വിക്രമിനും അവന്റെ സാരഥികൾക്കും സ്നേഹ സ്വാഗതം. അതാ പുത്തൻകുളം വിക്രം. രാജശേഖരനെയാണ്. ഭൂതക്കുളം എന്ന ദേശത്തു നിന്നും മറ്റൊരു ഗജവീരൻ കൂടി. തടുത്താവിള രാജശേഖരൻ സാന്നിധ്യമറിയിച്ച നിരവധി പൂരങ്ങൾക്ക് തന്റേതായ സാന്നിധ്യമറിയിച്ച ഗജരാജൻ ഇവിടെ തടുത്തല മഹാഗണപതി ക്ഷേത്രത്തോട്ട് മാറി നിൽക്കണം. ആ കുട്ടികളെ കൊണ്ട് നിൽക്കുന്നവര് പരമാവധി പുറകോട്ട് മാറി നിൽക്കുക. ഗജവീരന്മാർ കടന്നു വരികയാണ്. അപ്പോ അതാ തടുത്താവിള രാജശേഖരന്റെ വരവാണ്. ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന തലത്തല തമ്പുരാന്റെ അവിട്ടം പെരുന്നാൾ ആറാട്ട മഹോത്സവം ഇന്ന് സമാപിക്കും. ദേശത്തിന്റെയും നാടിന്റെയും ആഘോഷമായി 10 ഉത്സവ ദിനങ്ങൾ സമ്പന്നമാക്കിയ തലത്തല മഹാഗണപതി സുരേഷ് എന്ന ആനയ്ക്ക് പിന്നാലെ തലത്താവിള കുടുംബത്തിൽ എത്തിച്ചേർന്ന മറ്റൊരു ഗജരാജനാണ് തലത്താവിള രാജശേഖരൻ. ഭൂതക്കുളത്തപ്പന്റെ തിടമ്പേറ്റുന്ന ഭാഗ്യം വർഷങ്ങളായി ഇവരിലാണ് എത്തിയിട്ടുള്ളത്. ഭൂതക്കുളം ശ്രീ ധർമ്മശാസ്താവിന്റെ ഉത്തരം മഹോത്സവത്തിന് ഭഗവാന്റെ തങ്കത്തിരമ്പുമായി എഴുന്നള്ളുന്നതും ഇവന്റെ ചുമലിലാണ്. അങ്ങനെയുള്ള തലത്താവിള രാജശേഖരൻ നിരവധി പൂരങ്ങൾ സാന്നിധ്യമറിയിച്ചുകൊണ്ട് ആകാരപടിവത്ത സൗന്ദര്യവും കാഴ്ചയുടെ വർണ്ണവും ആസ്വാദക മനസ്സുകളെ ആവേശഭരിതമാക്കിയ തലയെടുപ്പും ഒക്കെ കൊണ്ട് രാജശേഖരൻ തലത്തല മഹാഗണപതി ക്ഷേത്ര ആനനീര നമ്മൾ ആനവീരാട്ടിനായി നമ്മൾ ക്ഷണിക്കാൻ പോകുന്നത് മൗണ്ടത്ത് രാജേന്ദ്രൻ എന്ന ഗജരാജ കേസരിയെയാണ്. രണ്ടാം തവണയും
തരുത്തല തമ്പുരാന്റെ തിടമ്പേറ്റുവാൻ ഭാഗ്യം ഇപ്പോൾ നിറയുന്നുണ്ട്. പക്ഷേ എങ്കിലും പൂരം എന്ന് പറയുമ്പോൾ പൂരങ്ങളുടെ പൂരം തൃശ്ശൂർ പൂരം തന്നെയാണ്. വടക്കുംനാഥന്റെ പൂരം. ദേശത്തെ ചെറുപൂരങ്ങളെല്ലാം ഒടുവിൽ വന്ന് സംഗമിക്കുന്നത് തൃശ്ശൂർ പൂരത്തിലാണ്. അതിൽ പാറമേക്കാവിന്റെ 15 ആനകളിൽ ഒരുവനായി തെക്കോട്ട് രംഗത്തിന് സാന്നിധ്യമറിയിച്ച മൗണ്ടത്ത് രാജേന്ദ്രൻ തമ്പുരാന്റെ പുണ്യഭൂമിയിലേക്ക് മൗണ്ടത്ത് രാജേന്ദ്രനും അവരുടെ സാരഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്ഷേത്രത്തിലെടുക്കുന്ന മൗണ്ടത്ത് രാജേന്ദ്രൻ അവരുടെ സാന്നിധ്യം ഇതാ അറിയിച്ചു കഴിഞ്ഞു. 2ാം ഊഴത്തിനായി അവരെത്തി കഴിഞ്ഞു. തരുത്തല തമ്പുരാന്റെ തിരുവുത്സവത്തിന്റെ വർണ്ണാഭമായ ഊരിനിറ്റൽക്കള്ളത്തിന് ഭഗവാന്റെ തിടമ്പേറ്റാൻ അവൻ വന്നു കഴിഞ്ഞു. മൗണ്ടത്ത് രാജേന്ദ്രൻ നീരാട്ടിലേക്ക് നമ്മൾ അടുത്തതായി ക്ഷണിക്കുന്നത് പരിമണം വിഷ്ണു എന്ന ഗജരാജനെയാണ്. പരിമണം വിഷ്ണു എന്ന ഗജരാജനെയാണ് നമ്മളിനി സ്വാഗതം ചെയ്യാൻ പോകുന്നത്. പ്രവാസി പ്രജകളുടെ കൈയും പിടിച്ചാണ് അവരിന്ന് ഭഗവാന്റെ ഉത്സവത്തിന് എത്തിച്ചേരുന്നത്. പരിമണം വിഷ്ണുവിന് സ്വാഗതം. അതാ വരുന്നു. ത്തിന്റെ ഭാഗമായി ആനനീരാട്ടൽ ആനയൂട്ട് കർമ്മങ്ങളിലേക്ക് അവന്റെ സാന്നിധ്യം അറിയിക്കുന്നു. പരിമണം വിഷ്ണുവിനും അവന്റെ സാരഥികൾക്കും തരുത്തല തമ്പുരാന്റെ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം. അല്പം കൂടി അകലത്തിൽ നിർത്തിയാലും കുഴപ്പമില്ല കേട്ടോ. ആനകളെ അല്പം കൂടി അകലത്തിലുള്ള നിർത്തിയാലും കുഴപ്പമില്ല. കേരള ഹൈക്കോടതി ഓർഡറൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് നിയമങ്ങൾ നമുക്ക് പാലിക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. പാപ്പാന്മാർ സുഹൃത്തുക്കൾ കൃത്യമായി
അകലം പാലിക്കാൻ നിങ്ങളും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഹൈക്കോടതി നിർദ്ദേശങ്ങളും ഓർഡറൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതാണ്. പരമാവധി ആ 3 മീറ്ററാണ് കോടതി പറയുന്നത്. അപ്പോൾ നമ്മൾ അത് പാലിക്കേണ്ടതുണ്ട്. ആന നീരാട്ടാണെങ്കിലും എഴുന്നള്ളത്താണെങ്കിലും എല്ലാവരും മൊബൈലുമായി കണ്ടിരിക്കുകയാണ്. മൊബൈലിൽ പിടിക്കുന്ന ഫോട്ടോ നേരെ ചെന്ന് കഴിഞ്ഞാൽ വരുന്ന വ്യക്തി ശബ്ദത്തിനായിരിക്കും. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക പാപ്പാന്മാരെ, സുഹൃത്തുക്കൾ. അടുത്തതായി നമ്മൾ ആന നീരാട്ടിനായി ആന നീരാട്ടിനും ആനയൂട്ട് ചടങ്ങിനുമായി ഇവിടെ സാന്നിധ്യം അറിയിക്കാൻ പോകുന്നത് വേണാട് ആദികേശവൻ. ശ്രീ മഹാഗണപതി ക്ഷേത്ര അവിട്ടം പെരുന്നാൾ ആറാട്ട് മഹോത്സവത്തോടെ ആദികേശവൻ, വേണാട് ആദികേശവനും അവന്റെ സാരഥികൾക്കും തരുത്തല തമ്പുരാന്റെ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം. എന്നും പൈതൽ കാടൻ വഴിയൂരത്തോ കണ്ടെത്തി പൊന്മുത്തേ ആരാരും ആരോമൽ നീയല്ലേ, കുഞ്ഞില്ലാരാജത്തെ കുഞ്ഞോമൽ നീയല്ലേ. പരിമലയുടെ കാഠിന്യം പലവട്ടം താണ്ടി ഞാൻ പടിമുകളിലെ ബിംബത്തിൽ തരുത്തല മഹാഗണപതി ക്ഷേത്ര മഹോത്സവത്തിന്റെ ആനയെഴുന്നള്ളിപ്പിന് സാന്നിധ്യം അറിയിച്ചുകൊണ്ടുള്ള വേണാട് ആദികേശവൻ അവന്റെ വരവ് അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി വേണാട് ആദികേശവനും അവന്റെ പ്രിയപ്പെട്ട സാരഥികൾക്കും ഭഗവാന്റെ അവിട്ടം തിരുനാൾ മഹോത്സവത്തിലേക്ക് സ്വാഗതം. വാർഡ് ധരിച്ചിട്ടുള്ള വോളണ്ടിയർ കമ്മിറ്റികൾ അല്ലാതെ മറ്റാരും ഗ്രൗണ്ടുകളിൽ പ്രവേശിക്കരുത്. വാർഡ് ധരിച്ചിട്ടുള്ള വോളണ്ടിയർ കമ്മിറ്റി അല്ലാതെ മറ്റാരും ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കരുത്. സഖ്യന്റെ പുത്രന്മാർ ഭഗവാന്റെ മണ്ണിൽ എത്തിച്ചേർന്നപ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷ മുഹൂർത്തം നോക്കൂ. പ്രകൃതി പോലും അതിന് അനുഗ്രഹമായി ചൊരിയുന്ന പനിനീർ മഴ. നീരാട്ടിനായി ആദ്യം നമ്മൾ ക്ഷണിക്കുന്നത് ക്ഷേത്രാത്തിലെത്തുന്ന മൗണ്ടത്ത് രാജേന്ദ്രൻ. ആന നീരാട്ടിനായി ആദ്യം എത്തുന്നത് ക്ഷേത്രത്തിലെത്തുന്ന മൗണ്ടത്ത് രാജേന്ദ്രൻ. മൗണ്ടത്ത് രാജേന്ദ്രനെ മുന്നോട്ട് കൊണ്ടുവരിക.
ആനവീരാട്ട് സഖ്യന്റെ പുത്രന്മാർ അവർക്കെല്ലാം അവരുടേതായ സ്വന്തമാണ് മണ്ണും പിണ്ണും സർവ്വതും. ഹിമശൈല ശൃംഗങ്ങൾ പീഡിപ്പെടുത്തിയാടുന്ന സഖ്യസാനുക്കൾ, ആ സഖ്യ താഴ്വരകൾ, സഖ്യന്റെ പുത്രന്മാരായ ഗജരാജ പ്രജാപതികൾ ഇതാ ഒന്നിനുപിറകെ ഒന്നായി ഓരോ ആനകളും വീരാട്ടിലേക്ക് എത്തുന്നു. പനക്കൽ നീലകണ്ഠൻ അടുത്തതായും ക്ഷേത്രത്തിനൊപ്പ് മൗണ്ടത്ത് രാജ്യത്തിന്റെ നിരാട്ട് കഴിഞ്ഞു. അടുത്തത് പനക്കൽ നീലകണ്ഠൻ. മൗണ്ടത്ത് രാജ്യത്തിന് നീരാട്ട് കഴിഞ്ഞുകൊടുത്ത പനക്കൽ നീലകണ്ഠന്റെ നീരാട്ടാണ്. ഗണപതി ഭഗവാന്റെ അവിട്ട പെരുന്നാൾ മഹോത്സവത്തിൽ തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് അടുത്തതായി പുത്തൻകുളം വിക്രം ആനനീരാട്ടിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ട് പുത്തൻകുളം വിക്രം ആനനീരാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നീരാട്ട് കഴിഞ്ഞാണ് ആനയൂട്ട് ചടങ്ങുകൾ നടക്കുക. ആനനീരാട്ടിലേക്ക് ചൂരൂർ മഠം രാജശേഖരൻ വരിക. ചൂരൂർ മഠം രാജശേഖരൻ ആനനീരാട്ടിലേക്ക് വരികയാണ്. തിരുത്തല മഹാഗണപതി ക്ഷേത്ര അവിട്ടപ്പെരുന്നാൾ ആറാട്ട് മഹോത്സവത്തിന്റെ പുണ്യം പകർന്ന് ദേവമഹോത്സവത്തിന്റെ ആറാട്ടിനും ഉത്സവാഘോഷങ്ങൾക്കുമായി എത്തിച്ചേർന്നിട്ടുള്ള അനവധി ഗജവീരന്മാരിവിടെ അണിനിരക്കുന്നു. അവരുടെ നീരാട്ട് ആനയൂട്ട് കർമ്മങ്ങളാണിപ്പോൾ ക്ഷേത്രത്തിൽ. പരിമണം വിഷ്ണു ആനനീരാട്ടിനായി പരിമണം വിഷ്ണു. തൃത്താവിള രാജശേഖരൻ ആനനീരാട്ടിലേക്ക് തൃത്താവിള രാജശേഖരൻ. തിരുമഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രമൈതാനികളിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള നീരാട്ട് കടവിൽ ഇപ്പോൾ സഖ്യപുത്രന്മാർ നീരാടുകയാണ്. അവിടെ നീരാട്ട് ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ആനയൂട്ട് തൃത്താവിള രാജശേഖരൻ. വേണാട് ആദികേശവൻ.
നീരാട്ടിൽ പങ്കെടുക്കാൻ മറ്റു ഗജവീരന്മാർ ഉണ്ടെങ്കിൽ അവർ കൂടി അതിലേക്ക് ചേരുക. നീരാട്ടിൽ പങ്കെടുക്കാൻ ഇവിടെ ഉണ്ടെങ്കിൽ ആ ഗജവീരൻ കൂടി മുന്നോട്ട് വരിക. പരിമളം വിഷ്ണു ഉൾപ്പെടെ ആനനീരാട്ടതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ആനനീരാട്ട് തുടർന്ന് നമുക്ക് ആനയൂട്ട് ചടങ്ങിലേക്കാണ് എത്തുക. ആനനീരാട്ട് പൂർത്തീകരിച്ചുകൊണ്ട് തുടർന്ന് ആനയൂട്ട് ചടങ്ങിലേക്ക് നീങ്ങും. ഇനി ആനയൂട്ട് ചടങ്ങാണ്. ആനയൂട്ട് ചടങ്ങാണ്. ഉണ്ണിയപ്പ പ്രിയനും അരവണ പ്രിയനും ഒക്കെയാകുന്ന ഭഗവാൻ ശ്രീ മഹാഗണപതി. ശ്രീ മഹാഗണപതി തലത്തല മഹാഗണപതി തിരുസന്നിധിയിൽ അവിട്ട പെരുന്നാൾ മഹോത്സവത്തിന്റെ പവിത്രമായ പുണ്യം നുകർന്നുകൊണ്ടുള്ള ആനയൂട്ട് ചടങ്ങാണ്. ഉണ്ണി ഗണപതി ശ്രീ മഹാഗണപതി സന്നിധിയിൽ ക്ഷേത്രമൈതാനിലേക്ക് കടന്നു വരുന്നു. ആക്കാവിള കൃഷ്ണനാരായണൻ മുരഹരപ്രിയനായ ആക്കാവിള ദിവസങ്ങൾ ഗംഗാദിഘോഷത്തിൽ ഉൾപ്പെടെ 12 രാത്രികളുടെ ഉത്സവം. വിഷ്ണുനാരായണനും അവരുടെ പ്രിയപ്പെട്ട സാരഥികൾ അവർക്ക് തിരുത്തലപ്പുഴയുടെ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിൽ തന്നെ യുവരാജാവ് മുരഹരപ്രിയനായ ആക്കാവിള വിഷ്ണുനാരായണന് തിരുത്തലപ്പുഴയുടെ പുണ്യഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആക്കാവിള വിഷ്ണുനാരായണനും ഇതാ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. ഇനി ആനയൂട്ട് ആരംഭിക്കുകയാണ്. ആനയൂട്ട് ആരംഭിക്കുകയാണ്. ആനനീരാട്ട് കഴിഞ്ഞുള്ള ആനയൂട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. നൂറുകണക്കിന് ആനപ്രേമികളുടെ ഭൗതിക സാന്നിധ്യം കൊണ്ട് തിരുത്തല മഹാഗണപതി ക്ഷേത്രം നിറയുകയാണ്. നൂറുകണക്കിന് ആനപ്രേമികളുടെ ഭൗതിക സാന്നിധ്യത്തിൽ ഇതാ ആനനീരാട്ട് കഴിഞ്ഞുള്ള ആനയൂട്ടിലേക്ക് ക്ഷേത്ര ഭരണസമിതി എത്തിച്ചേരുകയാണ്. ഇവിടെ എത്തിച്ചേരുന്ന പ്രിയപ്പെട്ട ഗജവീരന്മാർക്ക് ഓരോരുത്തർക്കുമായി ക്ഷേത്രമൊരുക്കിയിട്ടുള്ള ആന ഊട്ടുകർമ്മത്തിലേക്ക് എത്തിച്ചേരുന്നു. വേണാട് ആദി കേശവനും മനക്കൽ നീലകണ്ഠനും പുത്തൻകുളം വിക്രമും അതുപോലെ തന്നെ കാഞ്ഞാവിള ശിവനാരായണൻ, ചോലൂർമഠം രാജശേഖരൻ, ആക്കാവിള വിഷ്ണുനാരായണൻ, തരത്താവിള രാജശേഖരൻ, മൗണ്ടത്ത് രാജേന്ദ്രൻ, ക്ഷേത്രത്തിലമ്പ് മൗണ്ടത്ത് രാജേന്ദ്രൻ, പരിമളം വിഷ്ണു ഉൾപ്പെടെ അവന്റെ നീരാട്ടാണിപ്പോ ഗണപതി ഭഗവാന്റെ തിരുമുമ്പിൽ തൽക്കാലമായി ഒരുക്കിയിട്ടുള്ള നീരാട്ട് കടവിൽ അവർ നീരാടുകയാണ്. പെണ്ണ് നിൽക്കുന്നവർ നോക്കിക്കോ, മുന്നോട്ട് ഒന്ന് വീശാലേ. പ്രകൃതി പോലും അനുഗ്രഹവർഷം ചുരുങ്ങിയ ദിനമാണ് 10ാം ഉത്സവം. പ്രകൃതിയുടെ അനുഗ്രഹം പോലും
30 കോടി ദേവഗണങ്ങളും അനുഗ്രഹം ചൊരിയുന്ന സഖ്യപുത്രന്മാർ തരുത്തല ഗണപതി ഭഗവാന്റെ തിരുമുമ്പിൽ അണിനിരന്നപ്പോൾ പ്രകൃതിയുടെ വരദാനമായി തേന്മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പ്രവഹിച്ചുകൊണ്ട് വെതിരുകുന്ന ചൂടിനെ അല്പമൊന്ന് ശമിപ്പിച്ചുകൊണ്ട് തരുത്തല തമ്പുരാന്റെ അവിട്ടം തിരുനാൾ ആറാട്ട് മഹോത്സവത്തിന് പ്രകൃതി 30 കോടി ദേവഗണങ്ങളുടെ അനുഗ്രഹ വർഷമായി പ്രകൃതി പോലും അതിന്റെ പവിത്രമായ അനുഗ്രഹം ഈ സഖ്യപുത്രന്മാരുടെ മുകളിലേക്ക് പ്രവഹിച്ചുകൊണ്ടാണ് അതിന്റെ പവിത്രമായ 10ാം ഉത്സവത്തിന്റെ ചടങ്ങിന് ഇവിടെ തുടക്കം കുറിച്ചത്. അതാണ് പ്രപഞ്ചശക്തി, ആ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന വിഘ്ന വിനായകൻ ശ്രീ മഹാഗണപതി തരുത്തല തമ്പുരാന്റെ തിരുമണ്ണിൽ ഗജവൂട്ട് കർമ്മത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗജവൂട്ട് കർമ്മത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഗജനീരാട്ട് കഴിഞ്ഞുള്ള ഗജവൂട്ട് ആരംഭിക്കുകയാണ്. ശ്രീ മഹാഗണപതി ക്ഷേത്രകലയിൽ ഇന്നത്തെ ആനയൂട്ട് ചടങ്ങിലേക്കാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ആനനീരാട്ട് കഴിഞ്ഞുള്ള ആനയൂട്ട് ചടങ്ങിന് ക്ഷേത്രാസമിതിയിൽ ക്ഷേത്ര ഭരണസമിതി ക്ഷേത്ര സെക്രട്ടറി, അതുപോലെ തന്നെ വോളണ്ടിയർ കമ്മിറ്റി കൺവീനർമാർ, മറ്റ് ക്ഷേത്ര ഭരണസമിതി ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങളൊക്കെ തന്നെ പങ്കുചേർന്നുകൊണ്ട് ആനയൂട്ടിന്റെ ഭാഗമായി അതിന്റെ തുടക്കം കുറിക്കുകയാണ്. ഇവിടെ തരുത്തല മഹാഗണപതി ക്ഷേത്ര സമിതിയിൽ 10 ഉത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഇന്ന് പ്രകടനീയമായിരുന്ന എഴുന്നള്ളിപ്പും കെട്ടുകാഴ്ചകളും ദൃശ്യോത്സവവും മേളങ്ങളും സർവ്വതം സംഗമിക്കുന്ന ഏറ്റവും മികച്ച ഉത്സവ രാവിലെ വരവേൽക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ഇവിടെ ആനയൂട്ട് ആരംഭിക്കുകയാണ്. ഗജവീരന്മാരെ എഴുന്നള്ളിക്കുന്നത് സംയുക്ത ഹെഡ്ലോഡ് വർക്കേഴ്സ് തരത്തില ആരാധന അനീഷ് ഉത്തര അനീഷ് ആനന്ദാഭവൻ കൊടിയം കൊയിലോട്ട് എന്റർപ്രൈസസ് തരത്തില ശരത്ലാൽ ഓങ്കാരം തരത്തില തമ്പുരാന്റെ പ്രവാസി പ്രച്ഛകൾ ഭീഷ്മ തരത്തില ഗണനാഥ സമിതി തരത്തില ഗജാനന സമിതി തരത്തില ഇവരുടെ നേർച്ചയായിട്ട് വിവിധ ഗജവീരന്മാർ ഇന്നിവിടെ തരത്തില മഹാഗണപതി ക്ഷേത്രത്തിൽ ഭഗവാന്റെ തിരുവുത്സവത്തെ വർണ്ണാഭമാക്കാൻ ആലവട്ടം പഞ്ചാബില പുത്തുകുടകൾ ചൂടി ഗജരാജക്കന്മാർ അണിനിരക്കും. അതിനായി അവർ നേരത്തെ ഇവിടെ എത്തിച്ചേർന്നു. ആചാരവിധി പ്രകാരം നമ്മൾ ഇവിടെ അവർക്ക് നീരാട്ടും അത് കഴിഞ്ഞുള്ള ആനയൂട്ടും നടത്തുകയാണ്. അത് കഴിഞ്ഞ് പല ഭാഗത്തേക്ക് പോകുന്ന ഗജവീരന്മാർ 4 മണിയോടെ വീണ്ടും ക്ഷേത്രത്തിൽ നടന്നിരുന്നുകൊണ്ട് എഴുന്നള്ളത്ത് മഹോത്സവത്തിന് തുടക്കം കുറിക്കും. ഗജവീരന്മാരുടെ നേർച്ചക്കാർ സംയുക്ത ഹെഡ്ലോഡ് വർക്കേഴ്സ് തരുത്തല ആരാധന അനീഷ് ഉത്തര അനീഷ് ആനന്ദ് ഭവൻ കുട്ടിയും കൊയിലോൺ എന്റർപ്രൈസസ് തരുത്തല ശരത്ലാൽ ഓങ്കാരം തരുത്തല, അതുപോലെ തരുത്തല തമ്പുരാന്റെ പ്രവാസി പ്രജകൾ ഭീഷ്മ തരുത്തല, ഗണനാഥ സമിതി തരുത്തല, ഗജാനന സമിതി തരുത്തല. ഈ സമിതികളും ഗജവീരന്മാരെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇന്ന് ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമാകുമ്പോൾ ഇവിടെ മഹത്തായ കർമ്മത്തിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഹിമശൈല ശൃംഗങ്ങൾ പേരിടർത്തിയാടിയ സഖ്യസാൽവരായ സഖ്യപുത്രന്മാർ സഖ്യന്റെ പുത്രന്മാർ അവരുടെ തരുത്തല മഹാഗണപതി ക്ഷേത്രമറ്റത്ത് ആനനീരാട്ട് ആനയൂട്ടം കഴിഞ്ഞ് അവരെ മടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ആനനീരാട്ട് ആനയൂട്ട ചടങ്ങുകളുടെ പൂർണ്ണമാകുകയാണ്. ഗജവീരന്മാർ ഈ ക്ഷേത്രമറ്റത്തിൽ അതിനായി ആനനീരാട്ട് ആനയൂട്ടം കഴിഞ്ഞവര് ഇതാ തരുത്തല മഹാഗണപതി ക്ഷേത്രത്തിലെ ആനനീരാട്ട് ആനയൂട്ടം കഴിഞ്ഞ ഗജവീരന്മാർ പല ഭാഗത്തേക്ക് മടങ്ങുകയാണ്. അതുപോലെ ആനനീരാട്ട് വീണ്ടും കാണാനെത്തിയ പ്രത്യേകങ്ങളിലേക്ക് മടങ്ങുകയാണ്. നമുക്ക് വീണ്ടും കാണാം വൈകിട്ട് 4 മണിക്ക് തരുത്തല മഹാഗണപതി ക്ഷേത്ര ഉത്സവത്തിന്റെ ഏറ്റവും വലിയ ഊർജിറ്റ് ഉത്സവം വളരെ ഗംഭീരമായ കെട്ടുകാഴ്ചകളും ക്ഷേത്ര മഹോത്സവത്തിന്റെ പ്രധാനമായ ആഘോഷമെന്ന് സമ്മാനിക്കുന്ന അവിട്ടം തിരുനാൾ ആറാട്ട് മഹോത്സവത്തിന് വൈകിട്ട് 4 മണിക്ക് ഗജവീരന്മാരുടെയും
നാദസ്വരം, പഞ്ചാരിമേളം, ചെമ്പട, ശിങ്കാരിമേളം, ചെണ്ടമേളം, നെച്ചൽ ദൃശ്യങ്ങൾ വടക്കൻ കേരളത്തിൽ നിന്നാണ്. അതാത് സമിതികളും ഗ്രാമക്കാര് അവരുടെ ആനകളെ ഈ ക്ഷേത്ര പഞ്ചായത്തിൽ നിന്നും ചുമതലയാണ്. വിവിധ സമിതികളും ആനയങ്ങളൊക്കെ സമർപ്പിക്കുന്ന വിവിധ സമിതികളും അതുപോലെ ബ്രഗോഡ് വെക്കേഴ്സ് ഉൾപ്പെടെ ഗ്രാമക്കാർ മറ്റ് വിവിധ സമിതികളും നാല് മണിക്ക് മുമ്പ് അതൊക്കെ ശ്രീ മഹാഗണപതായി നമഃ. അവസരങ്ങൾ ആഘോഷത്തിന് വേണ്ടിയാണെന്നും തെളിയിച്ചുകൊണ്ട് അരികെയാണ് കൂട്ടരെ രാജവേദിയിൽ തലയെടുപ്പിന്റെ ബ്രഹ്മാസ്ത്രം തൊടുത്തു കടന്ന് എഴുന്നള്ളി വരുമവൻ ഈ ഭഗുല രാജകേസരി ആരണ്യ പ്രജാപതി മാതംഗമാണിക്യം പുതുപ്പള്ളി സാഹു.
Hey!